ഹനുമാൻജി ലങ്കയിൽ പോയി സീതാദേവിയെ ദർശിച്ച ശേഷം ശ്രീരാമസന്നിധിയിൽ വന്ന് ശ്രീരാമദേവനോട് സീതാദേവിയെ കണ്ട വിവരങ്ങളെല്ലാം പറയുന്നു. അതിനുശേഷം ശ്രീരാമദേവൻ പറയുകയാണ്, ഹനുമാനല്ലാതെ വേറെ ആർക്കും ഇത്രയും വലിയൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ദേശത്തിലും ഇതുപോലെയുള്ള ആളുകളും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രീരാമദേവൻ ഇനി എങ്ങനെ ആ സമുദ്രതരണം ചെയ്ത് ലങ്കയിലെത്തി ആ രാവണനെ നശിപ്പിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലചിത്തനായിരിക്കവേ സുഗ്രീവൻ വന്ന് പറയുകയാണ്, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? നമുക്ക് ഇത്രയും വാനരന്മാരില്ലേ, അവരെല്ലാം അഗ്നിയിൽ ചാടാൻ പറഞ്ഞാൽ പോലും ചാടാൻ അത്രയും തയ്യാറായിട്ട് നിൽക്കുകയാണ്, അത്രയും ധീരരാണ് അവർ. അതുകൊണ്ട് അവരുടെ സഹായത്തോടെ നമുക്ക് ലങ്കയിൽ ചെന്ന് സീതാദേവിയെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അവിടേക്ക് കടക്കാനുള്ള മാർഗം അങ്ങ് ചിന്തിച്ചാൽ മതി, എങ്ങനെ നമുക്ക് കടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറയുന്ന രംഗമാണ് ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നത്. നാരായണ ഹരേ 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 നാരായണ. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാം അബ്ദീശതയോജനായതശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതോ വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്ര മകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും വധ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനരസഞ്ചയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലതിയെ സത്വരം സേതു ബന്ധിക്കലും ആന്ത്രിടം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ.